എന്നാൽ കോഴിക്കോട് എലത്തൂർ ജനവാസ മേഖലയിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഡിപ്പോ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സംരക്ഷണ കൂട്ടായ്മ മാർച്ച് നടത്തി. ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തണമെന്നും ജില്ലാ ഭരണകൂടം നീതി പാലിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ദീപക് മലയമ്മ ആ മാർച്ചിന് പോയിട്ടുണ്ട്. എന്താണെന്ന് കാണാം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് എലത്തൂർ HPCLന്റെ ഡിപ്പോയിൽ നിന്ന് ഡീസൽ ജനവാസ മേഖലകളിലേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ടായത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് മാറുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ ജനകീയ സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എലത്തൂരിൽ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ്. ഈ ഡിപ്പോ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യവും കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട്? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി, ഈ പ്ലാന്റ് ഇവിടെ വേണ്ട. ഇത്രയും ജനവാസ മേഖലയിൽ ഈ ഹൈവേയുടെ സൈഡത്ത് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പറഞ്ഞ സ്ഥലത്ത് ദിനം പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ ഇന്ധന ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായത് ചോർച്ചയല്ല, ഇന്ധനത്തിൻ്റെ ഒഴുക്കാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഒരു പദ്ധതി ഈ ജനവാസ മേഖലയിൽ അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് അടച്ചുപൂട്ടണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇത്തരത്തിൽ നേരത്തെ തന്നെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഇതിന് ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഡിപ്പോ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആ മാർച്ച് പ്രധാനമായും ഈ ഡിപ്പോ ഇവിടെ നിന്ന് മാറ്റുക, മറ്റൊന്ന് ഈ കുറ്റക്കാർക്കായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആ മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഡിപ്പോയ്ക്ക് മുൻപിലായിരിക്കും ഈ മാർച്ച് അവസാനിക്കുക എന്നുള്ളത് കൂടി നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ പങ്കാളിത്തമുണ്ട്. ഇത് ഡിപ്പോ ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ് ആവശ്യം. ഇതിന് തക്കതായ സ്ഥിരമായ ഒരു പരിഹാരം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഓക്കെ. ഇവിടെ പല മേഖലകളിലേക്കും ഡീസൽ ഒഴുകി കുടിവെള്ളം ഉൾപ്പെടെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. പുഴയിലേക്കും ഒപ്പം തന്നെ നദീജലങ്ങളിലേക്കൊക്കെ തന്നെ അത്തരത്തിൽ ഈ ഡീസൽ ഒഴുകി എത്തുന്ന സാഹചര്യമൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മാർച്ച് എലത്തൂരിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. താങ്ക് യു ദീപക് മലയമ്മ.